എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ടേബിളിൽ കുറച്ച് വ്യത്യാസം അല്ലേ? ഞാൻ ഫ്ലവർ വേസൊക്കെ ഒന്ന് മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. കർക്കിടകം തുടങ്ങിയില്ലേ? ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ട് വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെമ്പരത്തേക്ക് ഒറിജിനൽ കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണ് എന്ന് നോക്കാം. ഇന്ന് നമ്മളെന്നും ഫീലിങ്സ്, തോട്ട്സ് ഇതന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. ഇന്ന് നമുക്ക് ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് നോക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ മാറ്റണം എന്നവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ നോക്കുമെങ്കിലും അത് അവസാനം ഒരു കോമഡി ആയിട്ടാണ് അവസാനിക്കാറ്. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആണെന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. എങ്ങനെ പോയാലും പേഴ്സണൽ റീഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉച്ചയാവും. ഓക്കെ, റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുക. അപ്പോൾ മോർണിംഗിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലും ഉച്ചയ്ക്കായിരിക്കും ഞാൻ നോക്കുന്നുണ്ടാവുക കേട്ടോ. പക്ഷേ സെയിം ഡേ തന്നെ ഫിനിഷ് ചെയ്ത് തരാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. ഓക്കെ, പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്നാണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്. അതായത് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ സ്വഭാവത്തിൽ മാറ്റണം എന്ന് അവർ കരുതുന്ന ആ ഒരു സ്വഭാവം, അവർക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാർഡ് വീഴുന്നുണ്ട്, ഞാൻ എടുക്കാത്തത്. അവർ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്വഭാവ വിശേഷത എന്താണ് എന്നാണ് പറഞ്ഞു തരും. Two of Pentacles, Hanged Man, obviously. 10 of Wands, 4 of Pentacles, 2 of Swords, 3 of Wands, Ace of Cups, Sherry, King of Wands, 6 of Wands, 6 of Pentacles, 5 of Swords, Knight of Pentacles, ബോട്ടം ഓഫ് ദി ഡെക്ക്, ക്വീൻ ഓഫ് സ്പോർട്സ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നാച്ചുറലി ഏതൊരു റിലേഷനിലും അവരുടെ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പല ക്യാരക്ടറിസ്റ്റിക്സും തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ജഗ്ലിങ്, ആദ്യത്തെ കാര്യം, ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായ്മ. ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി ഇല്ലാതിരിക്കുക. മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതിരിക്കുക. കമ്മിറ്റഡ് ആണോ അല്ലയോ ഉത്തരവില്ലാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ല എന്നവർ പറയുന്നത്. 2 കാർഡ്സ് അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ഓഫ് സ്വാർഡ്സും 2 ഓഫ് പെൻറ്റക്കിൾസും. ഇതിൽ ഈ 2 കാർഡിലും തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ഫൈനാൻഷ്യലിയും ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയില്ല. അവർ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുകയില്ല. എല്ലാം ശരിയായിക്കോളും, തനിയെ ശരിയായിക്കോളും, വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതും അവർക്ക് ഇഷ്ടമില്ല. എന്നിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ സോൾവ് ചെയ്ത് തരാമെന്ന് പറയുന്നില്ലേ എന്ന് ഇവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ല. അങ്ങനെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല. രണ്ടാമത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ക്രോസ് റോഡ്സിൽ നിൽക്കുന്നു. ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നായിരിക്കും. അവർക്ക് നിങ്ങളൊരു 100% കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കണമെന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവുന്നു എന്ന് ഒരു ആവുന്ന സിറ്റുവേഷൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതേപോലെ സിറ്റുവേഷനിൽ ഹാങ്ഡായിട്ട് വീണ്ടും അത് തന്നെയാണ്, ഹാങ്ങിങ് സിറ്റുവേഷൻ. ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ശരി തെറ്റ് എന്നൊക്കെ ഉള്ളൊരു ബോധമുണ്ടല്ലോ, അതിൽ നിന്നും മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരിക. അത് ഇവരെയും കൂടി സ്ട്രെസ്ഡ് ആക്കുന്നു എന്ന് ഇവർ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓവർ തിങ്കിങ്ങിൻ്റെ സ്വഭാവം നിങ്ങൾ മാറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ
നിങ്ങൾ കുറേയധികം യാത്ര ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകേണ്ടുന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു സംഭവം അവർക്കിഷ്ടമില്ല. യാത്രകൾ കുറയ്ക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് അവരുടെ മനസ്സിൽ. ഓക്കെ. അതേപോലെ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കുറച്ച് പൊസസീവായിട്ട് ഓവർ പൊസസീവ്നെസ് കാണിക്കാറുണ്ടായിരിക്കും ഇവരുടെ അടുത്ത്. ഇവർ വെറുതെ ആരെങ്കിലും പറ്റി ഒന്ന് പരാമർശിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ വഴിയെ പോണ ആരെയും ഒന്നും അറിയാതെ ഒന്ന് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരികയും നിങ്ങൾ ഭയങ്കര പൊസസീവായിട്ട് പെരുമാറുകയും ചെയ്യും. അത് ഇച്ചിരി ഓവറാണ് എന്നാണ് അവർ കരുതുന്നത്. ആ പൊസസീവ്നെസ് കുറയ്ക്കണം എന്നവർ കരുതുന്നുണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ് അറ്റ് പ്രസൻറ്റ്. ഓക്കെ. ആ ലോങ് ഡിസ്റ്റൻസ് ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കാം. കുറച്ച് കാലത്തേക്ക്, ഒരു 3 കൊല്ലത്തേക്കെങ്കിലും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ തന്നെ തുടരാൻ സാധ്യതയുമുണ്ട്. അത് അവർക്ക് തീരെ പിടിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ കാണാനും സാധിക്കുന്നില്ല. അപ്പം അത് അങ്ങനെ ആയാൽ പറ്റില്ല. നിങ്ങളൊന്നുകിൽ ട്രാൻസ്ഫറിന് ട്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരണം, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയെങ്കിലും വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഐസ് ഓഫ് കപ്സ് അമിത സ്നേഹം, വീണ്ടും അവിടെ പൊസസീവ്നെസ്സാണ്. സ്നേഹം കൂടിയിട്ട് അതൊരു കൺട്രോളായി മാറുന്ന ഒരവസ്ഥ. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവരോട് സംസാരിക്കരുത്, ഇങ്ങനെ നോക്കരുത്, തല ഉയർത്തി നോക്കരുത്, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഓവർ കൺട്രോളിംഗ് ആയിട്ട് വരുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്വഭാവവും അവർക്കിഷ്ടമില്ല. അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം, കേട്ടോ. അതേപോലെ അവരുടെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നും അവർ കരുതുന്നു. നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾ ഒരുപക്ഷെ വാദിക്കാറുണ്ടായിരിക്കും. അവർ ഒരു പോയിന്റ് പറയുമ്പോൾ നിങ്ങളല്ല, ഞാൻ പറഞ്ഞ രീതിയാണ് ശരിയെന്ന് തറപ്പിച്ച് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം. അപ്പം അവർ പറയുന്നത്, അവർക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം, എന്നിട്ട് വേണം അതിലേതാണോ ഉചിതം അതനുസരിച്ച് പെരുമാറുക എന്നാണ് അവർ ചിന്തിക്കുന്നത്, കേട്ടോ. അതേപോലെ നിങ്ങൾ ഓവർലി റിലീജിയസ് ആയിട്ട്, സ്പിരിച്വാലിറ്റിയിലേക്ക് ഓവറായിട്ട് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം ചിലപ്പോൾ റെഗുലറായിട്ട് പ്രയർ ഗ്രൂപ്പ്സിലോ സത്സംഗത്തിനോ പള്ളിയിൽ, അമ്പലം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവർലി റെഗുലറായിട്ട് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഭയമുണ്ട് നിങ്ങൾ അതിലേക്ക് അങ്ങ് ആയിപ്പോയി കുടുംബജീവിതത്തിലേക്ക് താല്പര്യം കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. അങ്ങനെ നിങ്ങൾ അവരെ വിട്ടുപോയാലോ, നിങ്ങൾക്ക് വിരക്തിയൊക്കെ വന്നിട്ട് നിങ്ങൾ അവരെ വിട്ടുപോയാലോ എന്നുള്ള ഭയങ്കര ഭയം അവർക്കുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റി ആവാം, മിതമായിട്ട് മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. അതേപോലെ ആര് വന്ന് പൈസ കടം ചോദിച്ചാലും നിങ്ങൾ എടുത്തു കൊടുക്കും. അത് അവർക്ക് ഇഷ്ടമില്ല. കാരണം ആൾക്കാർ നിങ്ങളെ പറ്റിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ആൾക്കാരാൽ പറ്റിക്കപ്പെടുന്നു. ഫൈനാൻസസിൻ്റെ കാര്യത്തിൽ പലരും കടം വാങ്ങിച്ചു പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു പാഠം പഠിക്കാതെ വീണ്ടും അടുത്ത ആൾ വന്ന് കടം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കും. ആ സ്വഭാവം ഇവർക്ക് ഇഷ്ടമില്ല. അവർ ചിന്തിക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് പാത്രം അറിഞ്ഞ് മാത്രം കൊടുക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അത് ശരിയുമാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്ട്രെസ് എടുക്കാറുണ്ട്. ഉറങ്ങാതിരിക്കും, വഴക്കിടും, ദേഷ്യപ്പെടും, സ്ട്രെസ് അതിഭയങ്കരമായി അനുഭവിക്കും, തലവേദന വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ ആലോചിച്ച്. ഉറക്കമില്ലായ്മ, രാത്രി മൊത്തം എണീറ്റിരിക്കുക, അങ്ങനത്തെ ഒരു പ്രോബ്ലമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ ഹെൽത്ത് കളയുന്നു എന്നാണ് അവർ പറയുന്നത്, കേട്ടോ. നിങ്ങൾ സ്ട്രെസ് എടുക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും, പോസിറ്റീവ് തിങ്കിങ് വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അത് ശരിയാണല്ലോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. നിങ്ങൾ സ്വതേ എല്ലാ കാര്യങ്ങൾക്കും ഇച്ചിരി സ്ലോ ആണ്. ഓക്കെ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത്തിരി സ്ലോ ആണ്. അതായത് ഇവർക്ക് അത്രയും ക്ഷമയില്ല. ഇവരാണെങ്കിൽ നേരെ തിരിച്ച് കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതിപ്പോൾ ഒരു പേന എടുത്തൊരു ബുക്കിൽ എഴുതുന്നതായാലും ശരി, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നതായാലും ശരി, ഇവർക്ക് ചടപടമൊന്നും ചെയ്യണം. പക്ഷെ നിങ്ങളെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര സ്ലോ, ഓവർലി സ്ലോ. ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന കുറച്ച് സ്പീഡിൽ ചെയ്ത് ശീലിക്കൂ, ഇത്രയും സ്ലോ ആവരുത്, ഭയങ്കര കുറച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആവൂ ലൈഫിൽ.
പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ശീലിക്കൂ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് ശീലിക്കൂ, മൂവ്മെൻറ്റ് സ്പീഡാക്കൂ. പിന്നെ നടക്കുന്നതൊക്കെ തന്നെ നിങ്ങളുടെ വളരെ സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് അത്രയും ക്ഷമയില്ല. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു പേസിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് സ്വല്പം ഈഗോ ഇഷ്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരോട് വഴക്കിടാറുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ആ ഒരു സ്വഭാവ വിശേഷത മാറ്റണം എന്നവർ കരുതുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെസ്പെക്റ്റ് കൊടുത്ത് റെസ്പെക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നവർ പറയുന്നു. കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നവർ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളെ പലരും വന്ന് ബോസി ആയിട്ട് പെരുമാറുന്നുണ്ടായിരിക്കും. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, വീട്ടിലാവട്ടെ, എവിടെയാവട്ടെ, ബന്ധുക്കളാവട്ടെ, ഫ്രണ്ട്സാവട്ടെ, നിങ്ങളെക്കൊണ്ട് എന്താ പറയുക, സ്റ്റേണായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വതേ അനുസരിക്കും. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനനുസരിച്ച്, നിങ്ങൾ ഇൻസൾട്ട് ചെയ്താൽ പോലും നിങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കേണ്ടാവില്ല. അവർക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവർ ചിന്തിക്കുന്ന, നിങ്ങൾ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യന് സെൽഫ് റെസ്പെക്റ്റ് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം, ആരെന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കരുത്, പ്രതികരണശേഷി വേണം, പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം, സ്റ്റേണായിട്ട് ചെയ്യേണ്ടവിടെ സ്റ്റേണായിട്ട് ചെയ്യണം, സോഫ്റ്റായിട്ട് ചെയ്യേണ്ടവിടെ സോഫ്റ്റായിട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ അപ്പിയറൻസ് ശ്രദ്ധിക്കണം, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കണം, നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തിനെ പറ്റി, എക്സസൈസിനെ പറ്റിയിട്ട് ഒരു ചെയ്യണം, കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്. കേട്ടോ. വളരെ വലിയ കാര്യമാണത്, വളരെ വലിയ കാര്യമാണ്. കാരണം പലരും ഇക്കാലത്ത് ചെയ്യാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞത്. കേട്ടോ. അത് എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും വേണ്ടി ചെയ്യാം, കുടുംബത്തിന് വേണ്ടി ആയാലും ചെയ്യാം, പക്ഷേ ഒരു പരിധി വെക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തോളൂ. ഇപ്പോൾ നിങ്ങൾ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെയൊക്കെ പഠിപ്പിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. ഓക്കെ. അപ്പോൾ അവർ പറയുന്നത് എല്ലാം ചെയ്തു കൊടുത്തോളൂ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഫാമിലിയിലേക്ക് മാത്രം ഫോക്കസ്ഡായി പോകരുത് എന്നവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ഓവർ ഇമോഷൻസ് അവർക്ക് ഒരു ബോധറേഷൻ ആവാറുണ്ട്. ചില കേസ് ബൈ കേസ് എടുത്തോളുക. കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ദേഷ്യം, സങ്കടം, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് വരും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചെറിയ കാര്യത്തിന് പിണങ്ങുക, ചെറിയ കാര്യത്തിന് ഷൗട്ട് ചെയ്യുക, പിന്നെ കുറച്ച് നാൾ മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഹാബിറ്റുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ല എന്നവർ പറയുന്നു. കേട്ടോ. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. നിങ്ങൾ കൂടുതലായിട്ടും ഫിസിക്കലായിട്ട് കണക്റ്റഡ് ആവാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. കേട്ടോ. എന്ന് വെച്ചാൽ ഇമോഷണലിനേക്കാൾ തമ്മിൽ കാണുന്ന സമയത്ത് ഫിസിക്കലി കണക്റ്റഡ് ആവാൻ നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. അത് ഇത്തിരി കുറയ്ക്കണം. അവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. ഫിസിക്കൽ ആവാം, പക്ഷേ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ട് വേണം എന്ന് നിങ്ങൾ പേഴ്സൺ ചിന്തിക്കുന്നു. കേട്ടോ. അത് അവരുടെ കംഫർട്ട് ലെവൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ തമ്മിൽ സംസാരിച്ച് എങ്ങനെയാണോ അവരെയും കൂടി കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കേട്ടോ. ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത് അവരെ. അത് പിന്നെ ഒരു എന്താ പറയുക, ഒരു വിരക്തി പോലെ, ഒരു മടുപ്പ് പോലെ ആയിപ്പോവും. ഡെവിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് തീരെ ഇഷ്ടമില്ല. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതേപോലെ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുക, ഈവൻ സെക്സ്. ഓക്കെ. അതിലേക്ക് കൂടുതലായിട്ട് ഒരു ആഭിമുഖ്യം കാണിക്കുക, അതൊക്കെ ഓവർ ആവുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കേട്ടോ. അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൂടി പെരുമാറുക അവരുടെ അടുത്ത്. നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അവർക്ക് സ്ട്രെയിൻ ആവരുത്, മടുപ്പാക്കരുത്.
അതുപോലെ നിങ്ങൾ ഓക്കൾട്ടിലേക്ക് എന്ന് വെച്ചാൽ ടാരോയിലേക്കൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങളെപ്പോഴും പറയുന്നുണ്ടാവും, ആ ചേച്ചിയുടെ വീഡിയോ കണ്ടു, ആ ചേച്ചിയുടെ വീഡിയോയിൽ ഇങ്ങനെയാണോ പറഞ്ഞത്, അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരവസാനം ടാരോ കാണണ്ടെന്ന് തന്നെ പറയും. അതുകൊണ്ട് ആവശ്യത്തിന് ടാരോ കാണുക. അവർ പറയുന്ന മിതമായി കണ്ടോളുക. അത് തന്നെ ആവരുത്. ദിവസത്തിൽ 10-20 ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അതാണ് അവർ പറയുന്നത് കേട്ടോ. പഠിത്തത്തിൽ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിത്തത്തിലേക്കും കൂടി ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. കാരണം റിലേഷൻഷിപ്പിലേക്ക് മാത്രം മുഴുകിയിട്ട് എന്താ പറയുക, പഠിത്തം റെസ്പോൺസിബിലിറ്റീസ് എല്ലാം, ഈവൻ റിസർച്ച് കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ, അതിലേക്ക് ഒരു ശ്രദ്ധക്കുറവ് വരികയും റിലേഷനിലേക്ക് മാത്രമായി ശ്രദ്ധ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നവിടെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറയുന്ന റെസ്പോൺസിബിലിറ്റിയിലേക്ക് കൂടി ശ്രദ്ധിക്കൂ. കുട്ടിത്തരം എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. എന്താ പറയുക, മെച്ചുവറായിട്ട് പഠിത്തത്തിലും കൂടി ശ്രദ്ധിക്കൂ. അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. ഓക്കെ. അതുപോലെ നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ ഒരുപാട് കുത്തിപ്പൊക്കി പറയുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലമായിട്ട് തമ്മിൽ അറിയുന്നവരായിരിക്കുമേ. അപ്പോൾ പണ്ട് കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ട് നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്ത്, ഇത് കൂടുതൽ സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ. വൈഫ് കല്യാണം കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, നിങ്ങൾ അന്ന് എന്തൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു, എന്നിട്ട് ഇപ്പോൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നത്, അത് സമയം മാറി, റെസ്പോൺസിബിലിറ്റീസ് മാറി. അപ്പോൾ അവർക്ക് അന്നത്തെ കുട്ടികളെല്ലാം നമ്മൾ മെച്ചുവറായി അച്ഛനോ അമ്മയോ ആയി, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ കരുതുന്നു. ഓക്കെ. അതേപോലെ നിങ്ങൾ ഓവറായിട്ട് എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിയാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതാണ് നിയമം, അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ്. അതിൻ്റെ അപ്പുറം വേറെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, താണം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കൊരു സോറി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആണെങ്കിൽ കേട്ടോ. അതേപോലെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതൊന്ന് പിന്നെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അതിനെ പറ്റിയൊക്കെ വളരെ ബോധറേഷനുള്ള, കുടുംബം എന്ത് പറയും, കുടുംബത്തിലുള്ള മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, ജോലി, അയ്യോ ജോലിയിൽ കൂടെയുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതവർക്ക് തീരെ ഇഷ്ടമില്ല. അവർ പറയുന്ന ജീവിതം ഒന്നേ ഉള്ളൂ, അത് മനസ്സ് തുറന്ന് ജീവിക്കേണ്ടതാണ്. നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു സൊസൈറ്റിയും കൂടെ ഉണ്ടാവില്ല, നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ ഉണ്ടാവുള്ളൂ. അതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് മാറ്റി വെച്ചിട്ട് അവരെ സ്നേഹിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. കാര്യം ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഒക്കെ ആണെങ്കിലും കാര്യങ്ങൾ വളരെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ. നമ്മളിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സ്വഭാവ വിശേഷത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും മാറ്റിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം കേട്ടോ. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയും മതി ഇന്ന്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ കേട്ടോ. വേറെന്താ, പേഴ്സണൽ റീഡിങ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.